ലളിതാ സഹസ്രനാമം വീട്ടിലെ കുടുംബനാഥ ജപിച്ചാൽ വളരെയധികം ഫലമാണ് ലഭിക്കുന്നത്. കാരണം ഒരു കുടുംബത്തിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീ ലളിതാ സഹസ്രനാമം കൂടി പാരായണം ചെയ്താലോ സ്വർണത്തിന് സുഗന്ധം കിട്ടിയതുപോലെയാണ്. അപ്പോൾ ഭക്തിസാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ 144 മുതൽ 159 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. 144 നാമം നിത്യമുക്ത. ദേവി മായാതീതയാണ്. മായയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ബദ്ധരാവുന്നത്. ദേവി നിത്യമുക്തയാണ്, ഒരു മായയിലും പെടാത്തവളാണ് എന്നർത്ഥം. അടുത്തത് 145 നാമം നിർവികാര. വികാരമെന്നാൽ മാറ്റം. ശരീരത്തിനാണ് മാറ്റമുണ്ടാവുക. എങ്ങനെ? വളരുക, ഉണ്ടാവുക, പെരുകുക, ജീർണിക്കുക, നശിക്കുക, ഇങ്ങനെ ശരീരത്തിനാണ് മാറ്റമുണ്ടാവുക. ദേവി ചൈതന്യ സ്വരൂപിണിയാണ്. ആ ദേവിക്ക് മാറ്റമില്ല. അതുകൊണ്ടാണ് നിർവികാര എന്ന പേര് വന്നത്. അടുത്തത് 146 നാമം നിഷ്പ്രപഞ്ച. ഈ മായാലോകത്തിലുള്ളവർക്കാണ് ലോകം സത്യമെന്ന് തോന്നുന്നത്. നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണ് ഈ ലോകത്തെ അറിയുന്നത് എന്നതുകൊണ്ട് അതിനെ പ്രപഞ്ചം എന്ന് പറയുന്നു. എന്നാൽ ദേവി ഇതിൽ നിന്നൊക്കെ അതീതയാണ്. ദേവിക്ക് പ്രപഞ്ചമെന്നൊന്നില്ല. ഇത് മായയാണെന്ന് എല്ലാം കൊണ്ടും അറിയുന്നത് ദേവിക്കാണ്. അതുകൊണ്ടാണ് ദേവിക്ക് നിഷ്പ്രപഞ്ച എന്ന പേര് വന്നത്. അടുത്തത് 147 നാമം നിരാശ്രയ. നേരത്തെ നിരാധാര എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ വേറൊരു പേര് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇവിടെ നിലനിൽക്കാൻ ദേവിക്ക് മറ്റൊരു ആശ്രയവും ഇല്ല. അതുകൊണ്ടാണ് ദേവിക്ക് നിരാശ്രയ എന്ന പേര് വന്നത്. അടുത്തത് 148 നാമം നിത്യശുദ്ധ. ഒന്നിനോടും ചേരാത്തത് കൊണ്ട് തന്നെ ദേവി എപ്പോഴും ത്രികാലങ്ങളിലും ശുദ്ധയാണ്. ദേവിക്ക് ഒരു അജ്ഞാനവും വരുന്നില്ല. അതുകൊണ്ടാണ് ശുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 149 നാമം നിത്യബുദ്ധ. നിത്യമായ ശുദ്ധ ബുദ്ധിയോട് കൂടിയവൾ. ദേവി സച്ചിദാനന്ദ സ്വരൂപിണിയാണ്. അപ്പോൾ ശുദ്ധബോധമാണ് ദേവിയിൽ ഉള്ളത്. അവിടെ യാതൊരു തരത്തിലുള്ള ആസക്തിയോ കെട്ടുപാടുകളോ ഇല്ലാത്തതുകൊണ്ട് നിത്യബുദ്ധ എന്ന പേര് വന്നു. അടുത്തത് 150 നാമം നിരവധ്യ. അവധ്യം എന്നാൽ നിന്ദ്യം. നിരവധ്യ എന്ന് പറയുമ്പോൾ വന്ധ്യം. എല്ലാവർക്കും വന്ധ്യയായവളാണ് ദേവി. അടുത്തത് 151 നാമം നിരന്തര. അന്തരമില്ലാത്ത, എങ്ങും നിറഞ്ഞു നിൽക്കുന്നവളാണ് ദേവി. എങ്ങും നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനിടയിൽ ഒരു വിടവില്ല, നിരന്തരമാണ് ദേവി. അടുത്തത് 152 നാമം നിഷ്കാരണ. കാരണരഹിതയായിട്ടുള്ളവൾ. ദേവി എന്തിനിവിടെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിനൊരു അർത്ഥമില്ല. കാരണം ദേവി ഉണ്ടായിട്ടില്ല, ഇവിടെ ഉള്ളതാണ്. എന്നും ഉള്ളത് ദേവി തന്നെയാണ്. ഒരിക്കൽ മറഞ്ഞു പോയതാണ് പിന്നീട് ഉണ്ടായി വരിക. ഇവിടെ ദേവിയാണ് എല്ലാറ്റിനും കാരണമായിട്ടുള്ളവൾ. അതുകൊണ്ടാണ് നിഷ്കാരണ എന്ന പേര് വന്നത്. അടുത്തത് 153 നാമം നിഷ്കളങ്ക. ഇവിടെ വീണ്ടും പറയുന്നു, കളങ്കം, പാപം, അജ്ഞാനം അതൊന്നും ഇല്ലാത്തവൾ ആരോ അവൾ നിഷ്കളങ്ക.
ഇനി 154 നാമം. നിരുപാധി. ഒരു ഉപാധിയില്ലാത്തവൾ. ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഉപാധി വേണം, ശരീരമെന്ന ഉപാധി വേണം. എന്നാൽ ദേവിക്ക് അതിൻ്റെ ആവശ്യമില്ല. ദേവിയുടെ ആ ശക്തി സ്വരൂപം തന്നെയാണ് ഈ പ്രപഞ്ചം. ദേവിയുടെ സങ്കല്പമാണ് ഈ പ്രപഞ്ചം. ആ സങ്കല്പം കൊണ്ട് തന്നെ ഇവിടെ എന്തും സാധ്യമാകുന്നത് കൊണ്ട് നിരുപാധി എന്ന പേര് വന്നു. അടുത്തത് 155 നാമം. നിരീശ്വര. ദേവി തന്നെയാണ് എല്ലാറ്റിൻ്റെയും ഈശ്വരി. അതുകൊണ്ട് ആ ദേവിയെ അധീനയിലാക്കാൻ ഒരു ശക്തിയും ഈ ലോകത്തിലില്ല. അതുകൊണ്ട് ദേവിക്ക് മറ്റൊരു അധിഷ്ഠാനം ഇല്ലാത്ത ദേവി എന്നർത്ഥം. അടുത്തത് 156 നാമം. നിരാഗ. രാഗമില്ലാത്തവൾ, ഒന്നിനോടും ആസക്തിയില്ലാത്തവൾ. തൻ്റെ ഭക്തരോട് പോലും ആസക്തിയില്ലാതെയാണ് ദേവി അവരോട് അടുക്കുന്നത്. അതുകൊണ്ട് നിരാഗ എന്ന പേര് വന്നു. അടുത്തത് 157 നാമം. രാഗമദന. ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന തൻ്റെ ഭക്തരുടെ രാഗത്തെ അവർ തന്നിലേക്ക് അടുക്കുന്തോറും ഇല്ലാതാക്കി കൊടുക്കുന്നവൾ. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒന്നായി കാണാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക് തൻ്റെ ഭക്തരെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെയുള്ളവൾ എന്നർത്ഥം. ഇനി 158 നാമം. നിർമ്മത. മതമില്ലാത്തവൾ. സർവശക്തയാണെങ്കിലും അതിൻ്റെ ഒരു മതമില്ലാത്തവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ആരാധിക്കുന്നവരിലും യാതൊരു തരത്തിലുള്ള മതവും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് അടുത്ത നാമം 159 നാമത്തിൽ പറയുന്നു, മതനാശിനി. ദേവി സ്വയം മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നിലേക്ക് അടുക്കുന്ന ഭക്തരുടെ മതത്തെ നശിപ്പിക്കുന്നവൾ മതനാശിനി എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തൈക്യരൂപിണ്യൈ നമഃ.